guys, welcome back to my YouTube channel once again. My name is Vaishnavi and I hope you all are doing good. Yes, I know it's been quite some time since I have posted any YouTube videos. It was mainly because we were completely busy shifting to our new apartment in Montreal and it took some time for us to settle down. But henceforth, I promise I will post regular videos on YouTube. But in this video, we are going to the La Maison Lavender Field in Montreal and I hope you guys will enjoy this video because we are taking the Oka Island route. Yes, so sit back, stay tuned and watch this video till the end. If you like this video, please don't forget to like, subscribe and share this video with your friends and family. So stay back and watch this video till the end. So finally, here we are at the Hudson Port and that's the ferry that will take us to the Oka Island. So come, let's enjoy the view from the ferry. So here we are starting our ferry journey towards the Oka Island. The ferry fare was about $15 and it was payable only by cash. The ride lasts around 10 minutes and covers 2 kilometers of the Ottawa River. ഫീൽഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ ഭയങ്കര ഈച്ചയുടെ ശല്യമായിരുന്നു, തേനീച്ച. സോ നമ്മളത് ഒന്ന് കുത്താതെ നോക്കണം, കാരണം ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് ഈച്ചയുള്ളത്. എല്ലാ പൂവിലും ഉണ്ട്. ആൻഡ് ഫീൽഡിൻ്റെ മണം അടിപൊളിയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഫീൽഡിലേക്ക് കയറുന്നതിന് മുമ്പ് കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ഇവിടെ ഇവരുടെ
ഇവരുടെ ക്രോപ്സിൻ്റെ ഹണിയും അങ്ങനെ കുറച്ച് ലാവൻഡർ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇവരുടെ സ്റ്റോറി നമുക്ക് മേടിക്കാം. പക്ഷെ നമുക്ക് ഇതിൻ്റെ ആവശ്യം നമ്മൾ മേടിച്ചു. സോ അവരുടെ സ്റ്റോറിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹണി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോപ്പ് നമുക്ക് വേണമെങ്കിൽ ബൊക്കെ മേടിക്കാം, $14. നമ്മളതൊന്നും മേടിച്ചില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു. കാരണം ഭയങ്കര ചൂടാണ്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ആക്ച്വലി വെളിയിൽ. സോ നമുക്ക് ഏതായാലും കാറിൽ കയറാം. സോ നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കാറിലേക്ക് കയറി. സോ നമ്മൾ അവിടുന്ന് ആകെപ്പാടെ മേടിച്ചത് ഈ കാണുന്ന ഒരു ലെമണേഡാണ്. സത്യം പറയാം, ഞാൻ കാനഡയിൽ വന്നിട്ട് കുറേ സ്ഥലത്തുനിന്ന് ലെമണേഡ് കുടിച്ചു. ഈ ടേസ്റ്റ് എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ലെമൺ മാത്രമല്ല, അവരെനിക്ക് തോന്നുന്നു ലാവൻഡറിൻ്റെ എന്തോ സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പ്രത്യേകമായ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. സോ ആക്ച്വലി ഇവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം.